നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ മിസ് ചെയ്യുന്ന ആളാണ് എനിക്ക് എൻ്റെ അമ്മൂമ്മ കേട്ടോ. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഞാൻ ആളെ മിസ് ചെയ്യും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അമ്മയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട ആവശ്യം വന്നു. ആ സമയത്ത് ഞാനും അമ്മൂമ്മയും ചേച്ചിയും മാത്രം. ചേച്ചിക്ക് പഠിക്കാൻ പോകണമായിരുന്നു. അമ്മൂമ്മയും ഞാനും മാത്രം. ആൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ആൾക്ക് എണീക്കാനും വയ്യ, ഫുഡും കൊടുക്കണം. അപ്പോൾ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, ഞാൻ കിടന്നും കൊണ്ട് നിനക്ക് സാമ്പാർ വയ്ക്കാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ആ സമയത്തൊരു ചായ പോലും ഇടാൻ അറിഞ്ഞുകൂടാത്ത എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി കേട്ടോ. ഒന്നും അറിയില്ല. നമ്മുടെ വീട്ടിൽ അമ്മയല്ലേ എല്ലാം ചെയ്തു തരുന്നത്. അങ്ങനെ ഞാൻ അമ്മൂമ്മ പറയുന്ന പോലെ സാമ്പാർ വെച്ചു. ചേച്ചി വന്നു, അമ്മൂമ്മയ്ക്കും കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഞാൻ വച്ചതുകൊണ്ടല്ല, എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നത് കൊണ്ടാണെന്നാണ് കേട്ടോ. ഇപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ എല്ലാവരും പറയും കേട്ടോ, നല്ല ടേസ്റ്റാണ്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ആളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈയിടയ്ക്ക് അമ്മയും കൂടി പറഞ്ഞു ആളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. നിങ്ങളിതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ സാമ്പാർ റെഡിയായി. ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ അമ്മൂമ്മ ആദ്യമായിട്ട് ഞാൻ വച്ച കറി ആദ്യമായിട്ട് അമ്മൂമ്മ പറഞ്ഞ ഈ സാമ്പാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ വിചാരം എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതുപോലെ വയ്ക്കാൻ പറ്റിയെന്നാണ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ ആരെങ്കിലും ഒന്ന് മിസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ഇന്നത്തെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അവർ ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കാണാം. അതുവരേക്കും ബൈ.